ദൃശ്യം 3 നാളെ 8 മണിക്കാണ് പടം റിലീസ് ചെയ്യുന്നത്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാവരും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചില സമയത്ത് നമ്മുടെ ഓണനാളിലൊക്കെ ഉത്രാടത്തിൻ്റെ അന്ന് വല്ലാത്ത തിരക്കാണ്. ഉത്രാടത്തിന് ഭയങ്കര തിരക്കാണ്. അതുപോലാണ് ഇന്ന് ബുക്ക് മൈ ഷോയിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ, തിയേറ്ററിൻ്റെ മുമ്പിലൊക്കെ നോക്കുമ്പോൾ ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടിയുള്ള ആൾക്കാരുടെ എണ്ണം വമ്പൻ തിരക്കാണ്. ചിത്രം റിലീഫായി ഒരു പോസിറ്റീവ് കിട്ടിയ ചിത്രത്തിൻ്റെ തിരക്കാണ് ബുക്ക് മൈ ഷോയിലൊക്കെ കാണാൻ പറ്റുന്നത്. ഈ ഉച്ച സമയത്തും ഏകദേശം 10,000-ന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പനയാണ് നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം കൊണ്ട് ഒരുപക്ഷെ 15,000 ഒക്കെ ടിക്കറ്റ് വിൽപ്പന നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. ഇന്ന് ഏകദേശം 1 ലക്ഷം ടിക്കറ്റ് വിൽപ്പന കഴിയും. ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റു എന്നുള്ളതാണ്. അതുപോലെ ഇന്നുകൊണ്ട് 5 ലക്ഷം കടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറഞ്ഞാൽ 96,000-ന് മുകളിലായിരുന്നു ഇന്നലത്തെ ടിക്കറ്റ് വിൽപ്പന. അതുപോലെ എല്ലാം ചരിത്രമാകുന്ന കാര്യമാണ് ദൃശ്യം 3 കാണിച്ചു തരുന്നത്. അതങ്ങില്ലെങ്കിലും അങ്ങനെയാണല്ലോ. മോഹൻലാൽ ചിത്രങ്ങളെ സംബന്ധിച്ച് എന്ന് പറയുന്നത് കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുക, പുതിയതുണ്ടാക്കുക എന്നുള്ളതാണ് ലാലേട്ടൻ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത. അതുതന്നെയാണ് ഇവിടെയും കാണുന്നത്. അതുപോലെ വിദേശ രാജ്യങ്ങളിലെല്ലാം വമ്പൻ ബുക്കിംഗാണ് കാണുന്നത്. പലയിടത്തെയും കളക്ഷൻ റെക്കോർഡാണ് കാണാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. USA, UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ എന്ന് വേണ്ട മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രീസെയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഒരു ദിവസം കൂടെ ഉണ്ട്, ഇന്ന് വൈകുന്നേരം വരെയുണ്ട്. അതിനിടയിൽ നിന്ന് വരുന്ന വാർത്തകളാണ്. ഏകദേശം ചാർട്ട് ചെയ്തേക്കുന്ന തിയേറ്ററിൻ്റെ ഒക്കെ എണ്ണമൊക്കെ USA-ലും UK-യിലെയൊക്കെ ചാർട്ട് ചെയ്തേക്കുന്ന തിയേറ്ററിൻ്റെ എണ്ണം കാണിച്ചാൽ ഞെട്ടിപ്പോകും എന്നുള്ളതാണ്. ലോകമെമ്പാടും ഏകദേശം 3000 തിയേറ്ററൊക്കെയാണ് ദൃശ്യം 3 ചാർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എമ്പുരാനാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്നത്, ഒരു മലയാള സിനിമ. അതിനു മുമ്പ് എല്ലാം തമിഴ് ചിത്രങ്ങളും ഹിന്ദി ചിത്രങ്ങളും ഒക്കെയാണ് ഇത്രയും തിയേറ്ററിൽ ചാർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അത് ഒരു കുടുംബ ചിത്രമായ ദൃശ്യം 3 അതിനെയും മറികടക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏകദേശം 7 കോടിക്കടുത്ത് പ്രീസെയിൽ നേടുന്ന ചിത്രമായിട്ട് ദൃശ്യം 3 മാറുന്നു. ഒരുപക്ഷെ ആദ്യ ദിന കളക്ഷൻ്റെ കാര്യത്തിൽ 10 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടും എന്ന് ഏകദേശം ഉറപ്പാണ്. അങ്ങനെ 10 കോടിക്ക് മുകളിൽ നേടുന്ന രണ്ടാമത്തെ ലാലേട്ടൻ ചിത്രമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ എമ്പുരാനാണ് ആദ്യ ദിന കളക്ഷനിലെ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് 14 കോടിക്ക് മുകളിൽ. 14 കോടിയൊക്കെ ദൃശ്യം 3 കടക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ജോർജ് കുട്ടി ഒരു തൂക്കും എന്ന് 100% ഉറപ്പാണ്. വേൾഡ് വൈഡ് കളക്ഷൻ്റെ കാര്യത്തിലും 68 കോടി എന്ന എമ്പുരാൻ്റെ റെക്കോർഡാണ്. അത് തകർക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഹെവി പോസിറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തൂക്കായിരിക്കും അല്ലേ. അതേ അവസ്ഥയാണ് ദൃശ്യം 3 കാണാൻ പറ്റുന്നത്. പിന്നെ 50 കോടി ഏതായാലും പിന്നിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ ദിന കളക്ഷൻ 50 കോടി പിന്നിടും എന്ന് ദൃശ്യം 3 നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലത്തും എനിക്ക് തോന്നുന്നു അന്യഭാഷകളിലൊക്കെ നമ്മൾ എടുത്തു നോക്കിയാലും ടിക്കറ്റ് ബുക്കിംഗ് വളരെ വേഗം ഫില്ലാണ്. പ്രത്യേകിച്ച് കർണാടക നമ്മൾ എടുത്തു നോക്കുമ്പോൾ കർണാടകത്തിൽ ഏകദേശം 1.5 കോടി രൂപയ്ക്ക് മുകളിലാണ് പ്രീഫെയിൽ ഇനത്തിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. കർണാടകത്തിലെ ലാലേട്ടൻ ചിത്രങ്ങൾക്കെല്ലാം ഏകദേശം 5 കോടിക്ക് മുകളിലാണ് മിക്കവാറും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് ഇത് പ്രീഫെയിൽ ഇനത്തിൽ തന്നെ 2 കോടിക്കടുത്തു വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ദൃശ്യം 3 എന്തുമാത്രം പ്രേക്ഷക മനസ്സ് പ്രതീക്ഷിക്കുന്നു എന്നാണ് അറിയേണ്ടത്. അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനൊക്കെ 2 കോടി പിന്നിടുന്നു പ്രീഫെയിൽ ഇനത്തിൽ. ഇതൊക്കെ നമുക്ക് പുതുമയുള്ള കാര്യമാണ്. പിന്നെ ദൃശ്യം 3 പ്രത്യേകിച്ച് കുടുംബചിത്രം, എമ്പുരാനിലൂടെ ലാലേട്ടൻ തീർത്ത പല റെക്കോർഡുകളും ദൃശ്യം 3 തകർക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ 8 മണിക്കാണ് പടം റിലീഫ്. എനിക്ക് തോന്നുന്നു 20-ാം തീയതി USA-യിലൊക്കെ പടം റിലീഫാകുന്നുണ്ട്. ഏകദേശം രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ 10-11 മണിയൊക്കെ ആകുമ്പോൾ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയാം. ഏതായാലും നമ്മളെ ജിത്തു പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചിത്രം. പിന്നെ വമ്പൻ ടിസ്റ്റും ദൃശ്യം
1നെ പോലെയോ 2വിനെ പോലെയോ ഒന്നും ആരും പ്രതീക്ഷിച്ചു പോകണ്ട. ദൃശ്യം വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. കാരണം ഇന്നറിയാമല്ലോ, ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം വമ്പൻ കളക്ഷൻ റെക്കോർഡിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.